നമ്മൾ ട്രെയിനിങ് ഡെലിവറി മെത്തേഡ്സ് നോക്കിയായിരുന്നു. അതിനകത്ത് ആദ്യത്തേത് ഓൺ ജോബ് ട്രെയിനിങ് ആണ്. ഓൺ ജോബ് ട്രെയിനിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെന്താ ജോബ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളത്. ദ എംപ്ലോയി ക്യാൻ ഹാൻഡിൽ ദ ജോബ് ബൈ ദംസെൽസ് ആൻഡ് ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ലേണിംഗ് ബൈ ഡൂയിങ്. അപ്പോൾ ചെയ്ത് പഠിക്കുന്ന കാര്യമാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓൺ ദ ജോബ് മെത്തേഡ് ഓർ ടെക്നിക് ഇസ് വെരി പോപ്പുലർ ആൻഡ് യൂസ് വൈഡ്ലി ബൈ മെജോറിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ് ഏറ്റവും കൂടുതൽ ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിക്കുക. അപ്പോൾ പുതിയൊരു ജോബിൽ ഒരു എംപ്ലോയിനെ പ്ലേസ് ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുക. അത് അപ്പം ലൈവായിട്ട് അപ്പം തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. ഇറ്റ് എയിം അറ്റ് ഡെവലപ്പിംഗ് ദ സ്കിൽ ആൻഡ് ഹാബിറ്റ് കൺസിസ്റ്റൻറ്റ് വിത്ത് എക്സിസ്റ്റിംഗ് പ്രാക്ടീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ബൈ ഓറിയൻറ്റിങ് ഹിം ടു ഹിസ് ഇമീഡിയറ്റ് പ്രോബ്ലംസ്. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് ഒരു വർക്കറിനെ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓൺ ജോബ് ട്രെയിനിങ് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ സ്കിൽഡ് വർക്കേഴ്സ് അല്ലെ സൂപ്പർവൈസേഴ്സ് അല്ലെ സ്പെഷ്യൽ ട്രെയിനേഴ്സ്, ഓക്കെ, ഒന്ന് സ്കിൽഡ് വർക്കേഴ്സ് അല്ലെ സൂപ്പർവൈസേഴ്സ് അല്ലെ സ്പെഷ്യൽ ട്രെയിനേഴ്സ് ആയിരിക്കും ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് എന്ന് പറയുന്നത് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. അപ്പോൾ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്, എഫിഷ്യൻ്റാണ്, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ട്രെയിനിങ് എംപ്ലോയീസ് 1 by 1. അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനിങ് എംപ്ലോയീസ് 1 by 1. It involves an ordinary period of instruction provided by the designated trainer, someone familiar with the job task. അപ്പോൾ ഈ ജോബിനെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും നമ്മൾ ഈ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ ജോബ് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ട്രെയിനിങ് ടെക്നിക്സ്, അവയർനെസ് എല്ലാം അവർ പഠിച്ചോളും. പിന്നെ ഉള്ളത് ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ട്രെയിനിങ് ഇൻവോൾവ് ദ മൂവ്മെൻറ്റ് ഓഫ് ട്രെയിനി ഫ്രം ദ ജോബ് ടു അനദർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലോട്ട് ട്രെയിനിനെ മാറ്റി അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് ജോബ് റൊട്ടേഷൻ ഇസ് ടു പ്രൊവൈഡ് ട്രെയിനീസ് വിത്ത് ലാർജർ ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവ് ആൻഡ് ഗ്രേറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസ്. അപ്പോൾ ഈ ജോബ് റൊട്ടേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താ, ട്രെയിനീസിന് ഒരു ഓർഗനൈസേഷനെ പറ്റി മൊത്തത്തിലൊരു കാഴ്ചപ്പാട് കൊടുക്കുക, അവരൊക്കെ ഓർഗനൈസേഷനെ പറ്റി മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫങ്ഷണൽ ഏരിയാസ്, ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരുടെ കരിയർ ഒബ്ജക്റ്റീവ്സ്, അവരുടെ ഇൻട്രസ്റ്റുമായിട്ട് അതിനെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരു ജോബല്ല, പല ജോബിലായിട്ട് ട്രെയിനീസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. അപ്പാർട്ട് ഫ്രം റിലീവിംഗ് ബോർഡം, ജോബ് റൊട്ടേഷൻ അലൗ ട്രെയിനി ടു ബിൽഡ് എ റാപ്പോർട്ട് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ ശരിക്കും പറഞ്ഞാൽ ബോർ മാറ്റാൻ മാത്രമല്ല ഇങ്ങനെ പല ജോബായിട്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ഓർഗനൈസേഷനിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനെ പരിചയപ്പെടാനും അവരുമായിട്ട് ഫ്യൂച്ചറിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും ജോബ് റൊട്ടേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വന്നിട്ട് കോച്ചിങ് ഈസ് ദ ഇൻഫോർമൽ അൺപ്ലാൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി പ്രൊവൈഡ് ബൈ ദ സൂപ്പർവൈസേഴ്സ് ആൻഡ് പിയേഴ്സ്. കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻഫോർമലാണ്, അത് അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കോവർക്കേഴ്സ് ഇവരായിരിക്കും നമ്മളിതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. കോച്ചിങ് ഈസ് മോർ ഇൻറ്റൻസീവ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഇൻവോൾവ് എ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എക്സ്പീരിയൻസ് എംപ്ലോയി ആൻഡ് ദ ട്രെയിനി. കോച്ചിങ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റൻസീവ് മെത്തേഡാണ്. അതായത് നമ്മൾ വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കും. എംപ്ലോയിയും ട്രെയിനിയും തമ്മിൽ ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കും. കോച്ച്, സീനിയർ മാനേജർ മസ്റ്റ് പ്ലേ ആൻ ആക്റ്റീവ് റോൾ ഇൻ ഗൈഡിങ് ആൻഡ് ടീച്ചിങ് സ്കില്ല്. അപ്പം നമ്മൾ സ്കിൽസ് പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ലൊരു എഫേർട്ട് എടുക്കണം മാനേജർ. അപ്പോൾ ഒരു ജോബ് എങ്ങനെ ചെയ്യണം, അത് എറേഴ്സ് എങ്ങനെ കറക്റ്റ് ചെയ്യണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. ഹി മേക്ക് ആൻ അനാലിസിസ് ഓഫ് ട്രെയിനീസ് വർക്ക് പെർഫോമൻസ്. എന്നിട്ട് നമ്മളെ ട്രെയിനിയുടെ വർക്ക് പെർഫോമൻസ് അനലൈസ് ചെയ്യുകയും കൂടെ ചെയ്ത വർക്ക് ചെക്ക് ചെയ്യും. ട്രൈസ് ടു ഇംപ്രൂവ് ഇറ്റ് വിത്ത് സ്യൂട്ടബിൾ ഗൈഡൻസ്. അപ്പോൾ നല്ല ഗൈഡൻസ് കൊടുത്ത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ഹി റെൻഡർ അഡ്വൈസ്, criticizes, make necessary suggestions and give direction to the trainee executive for his growth and development. അപ്പം എന്താണെന്ന് വെച്ചാൽ സജഷൻസ് കൊടുക്കും. അപ്പം നമ്മൾ ട്രെയിനിക്ക് സജഷൻസ് കൊടുക്കും. അതേപോലെ തന്നെ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ള ഡയറക്ഷൻസ്, അത് അയാളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് കാരണമാവുകയും ചെയ്യും. ഇതും എന്താ, ഈ മെത്തേഡിനെ നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ് എന്നാണ് പറയുന്നത്. നമ്മൾ സീനിയർ മാനേജർ പറഞ്ഞു കൊടുക്കും, ട്രെയിനി ചെയ്യും. അപ്പോൾ ഫീഡ്ബാക്ക് ഇസ് ഓൾസോ ടേക്കൺ ബൈ ദ കോച്ച്. കോച്ച് എന്ത് ചെയ്യും, ഒരു ഫീഡ്ബാക്കും കൂടി എടുക്കും, ഇവർ ചെയ്യുന്നത് നല്ലതാണോ ഓക്കെ ആണോ എന്ന്. ദ കോച്ച് മസ്റ്റ് ബി എ ഗുഡ് ടീച്ചർ. കോച്ച് എന്ന് പറയുന്നത് ഒരു നല്ല ടീച്ചറായിരിക്കണം. ദ കോച്ച് മേ ഡൈവേർട്ട് ദ ട്രെയിനി എക്സിക്യൂട്ടീവ് ഫ്രം റുട്ടീൻ വർക്ക് ആൻഡ് അസൈൻ ഹിം ടു ഹാൻഡിൽ സം കോംപ്ലക്സ് പ്രോബ്ലം. അപ്പോൾ റുട്ടീൻ വർക്ക് ചെയ്യുന്നതിൽ മാത്രമേ എക്സ്പേർട്ട് ആവാതെ നമ്മുടെ ട്രെയിനിയെ കോംപ്ലക്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആക്കുക എന്നുള്ളതാണ് ഈ കോച്ചിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്.
ദ ട്രെയിനി എക്സിക്യൂട്ടീവ് അക്വയർ ദ സ്കിൽ ആൻഡ് നോളജ് ടു പെർഫോം എ ജോബ് ആൻഡ് ഓൾസോ അക്വയർ ദ ടീച്ചിങ് ഓർ കോച്ചിങ് എബിലിറ്റി. അപ്പോൾ ട്രെയിനി എക്സിക്യൂട്ടീവിന് സ്കില്ലും നോളജും കിട്ടുമെന്ന് മാത്രമല്ല, നാളെ വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള കേപ്പബിലിറ്റിയും കൂടെ അയാൾക്ക് ഡെവലപ്പായി വരിക. ആ ഒരു രീതിയിലാണ് കോച്ചിങ് വർക്കാവുന്നത്. ഓക്കെ. പിന്നെ വന്നിട്ട് മെൻറ്ററിങ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അഫോർഡ് ട്രെയിനിങ് ബൈ എക്സ്പീരിയൻസ് വർക്ക്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോഴേ അത് മെൻറ്ററിങ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മെൻറ്ററിങ് ഇസ് എ ലോങ് ടേം ഡെവലപ്മെൻറ്റ് പ്രോസസ്. മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. കോച്ചിങ് പോലെ പെട്ടെന്നൊരു ടൈം പീരീഡ് വെച്ച് കഴിയുന്നതല്ല. മെൻറ്ററിങ് ഇസ് വൺ ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻഫോർമൽ ആക്ടിവിറ്റി ദാറ്റ് മെയിൻലി ഒക്കേഴ്സ് ത്രൂ എൻകറേജിങ് എക്സ്പീരിയൻസ് വർക്കേഴ്സ് ടു ഷെയർ ദെയർ നോളജ്. അപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അവരുടെ നോളജ് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനെ നമ്മൾ മെൻറ്ററിങ് എന്ന് പറയാം. അപ്പോൾ ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും. ദസ് മെൻറ്ററിങ് ഇൻവോൾവ് സീനിയർ മാനേജർ ഓർ അതർ എക്സ്പീരിയൻസ് എംപ്ലോയി പ്രൊവൈഡിങ് ജോബ് ആൻഡ് കരിയർ റിലേറ്റഡ് ഇൻഫർമേഷൻ ടു എ മെൻറ്റി. അപ്പോൾ ഒരു മെൻറ്റർ, അതായത് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു എംപ്ലോയി നമ്മളെ പുതിയ എംപ്ലോയീസിന് ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ജോബ് അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കും. അപ്പം കൊടുക്കുന്ന ആർക്കാ? മെൻറ്റീസ് അല്ലെ ട്രെയിനി, അവർക്ക് മെൻറ്ററിങ്. അതാണ് മെൻറ്ററിങ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുന്നതിനാണ് നമ്മൾ മെൻറ്ററിങ് എന്ന് പറയുക.